അധിനിവേശത്തിൻ്റെ ക്രൂരത ക്രിസ്ത്യാനികളിലേക്കും വ്യാപിക്കുകയാണ്. പ്രതിഷേധം ശക്തമാകുന്നു. ഫലസ്തീനിലെ ഇസ്രയേൽ അധിനിവേശം ഇപ്പോൾ ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെയും തിരിഞ്ഞിരിക്കുകയാണ്. ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കീസിനെ ചർച്ച് ഓഫ് ദി ഹോളി സെപുൾക്കർ പള്ളിയിൽ പ്രവേശിപ്പിക്കുന്നതിൽ നിന്നും പ്രാർത്ഥനകൾ നടത്തുന്നതിൽ നിന്നും സൈന്യം തടഞ്ഞിരിക്കുന്നു. നഗരത്തിൻ്റെ മതപരമായ സ്വത്വം മാറ്റി എഴുതാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണിത്. ഈ സംഭവത്തിൽ വത്തിക്കാൻ കടുത്ത അമർഷം രേഖപ്പെടുത്തി. ഇസ്രയേൽ അംബാസഡറെ വിളിച്ചു വരുത്തി മാർപ്പാപ്പ ട്രംപ് ഭരണകൂടത്തിൻ്റെയും സയനിസ്റ്റ് സഖ്യത്തെയും രൂക്ഷമായി വിമർശിച്ചു. നിങ്ങളുടെ കൈകൾ രക്തപങ്കിലമാണ്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ജെറുസലേമിൽ നടക്കുന്നത് ക്രൈസ്തവ ലോകത്തെ പിടിച്ചുകുലക്കിയ ഒരു നയതന്ത്ര മതപരമായ ഭൂകമ്പമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജെറുസലേം നഗരത്തെ ഒരു സൈനിക താവളമാക്കി മാറ്റിയിരിക്കുകയാണ് അധിനിവേശ സേന. മുസ്ലിങ്ങൾക്കായി അൽ അഖ്സ പള്ളി അടച്ചുപൂട്ടിയതുപോലെ ഇപ്പോൾ ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമായ ഹോളി സെപുൾക്കർ പള്ളിയിലേക്കും വിശ്വാസികളെ കടത്തിവിടുന്നില്ല. 839 വർഷത്തിനിടയിൽ ആദ്യമായാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഓശാന ഞായറാഴ്ചയോടനുബന്ധിച്ചുള്ള വിശുദ്ധ കുർബാനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി എത്തിയവരായിരുന്നു ഇവർ. വത്തിക്കാൻ നേരിട്ട് നിയമിച്ച ഈ ഉന്നത മതപുരോഹിതന്മാരെ തടഞ്ഞത് ആഗോളതലത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. റോക്കറ്റ് ചീലുകൾ വീഴാൻ സാധ്യതയുണ്ട് എന്ന പരിഹാസ്യമായ ന്യായമാണ് ഇസ്രയേൽ ഇതിന് നൽകുന്നത്. ആഗോളതലത്തിൽ വലിയ പ്രതികരണമാണ് ഇതിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഈ സംഭവത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളെ അപമാനിക്കുന്ന നടപടിയാണിതെന്നും ഇറ്റലി ഇസ്രയേൽ ബന്ധം വരും ദിവസങ്ങളിൽ കടുത്ത പരീക്ഷണങ്ങളെ നേരിടുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. വത്തിക്കാൻ ചരിത്രത്തിലെ ആദ്യ അമേരിക്കൻ മാർപ്പാപ്പയായ ലിയോ 14 ട്രംപ് ഭരണകൂടത്തിനെതിരെ നേരിട്ട് രംഗത്ത് വന്നു. യുദ്ധം നയിക്കുന്നവരുടെ പ്രാർത്ഥനകൾ ദൈവം സ്വീകരിക്കില്ല, നിങ്ങളുടെ കൈകൾ രക്തക്കറയുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ട്രംപിന്റെ അബ്രഹാം ഉടമ്പടിക്കും ഇസ്രയേൽ അനുകൂല രാഷ്ട്രത്തിനും ഈ സംഭവം വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയിലെയും യൂറോപ്പിലെയും കത്തോലിക്ക വോട്ടർമാർക്കിടയിൽ ഇത് വലിയ ചർച്ചയാകും. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒരേപോലെ ശത്രുക്കളായി കാണുന്ന അധിനിവേശ ശക്തികളുടെ യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അഹങ്കാരത്തിന്റെയും അക്രമത്തിന്റെയും അന്ത്യം ഉടനുണ്ടാകും. ചരിത്രം സാക്ഷിയാണ്. സ്വയം ദൈവത്തെക്കാൾ വലിയവരെന്ന് കരുതിയ ഏകാധിപതികളെല്ലാം തകർന്നു വീണിട്ടുണ്ട്, അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വാർത്തകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക.